يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور. ആയത്ത് 154 രണ്ടാം ഭാഗം. യുഖ്ഫൂൻ കപടവിശ്വാസികൾ മറച്ചുവെക്കുന്നു ഫീ അൻഫുസിഹിം അവരുടെ മനസ്സുകൾ മറച്ചുവെക്കുന്നു മാ ലാ യുബ്ദൂന ലക് അവർ താങ്കളോട് വ്യക്തമാക്കാത്ത കാര്യം മറച്ചുവെക്കുന്നു. യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈ അവർ പറയുന്നു ലൗ കാന ലനാ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ മിനൽ അംരി തീരുമാനത്തിൽ നിന്നും ഉണ്ടായിരുന്നെങ്കിൽ ഷൈഉൻ വല്ലതുമുണ്ടായിരുന്നുവെങ്കിൽ മാ ഖുതിൽനാ ഹാഹുനാ നാം ഇവിടെ കൊല്ലപ്പെടുകയില്ലായിരുന്നു. ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും പറയുക നിങ്ങൾ വീടുകളിലായിരുന്നാലും ലബറസല്ലദീൻ പുറത്തേക്ക് വരുന്നതാണ് ഒരു കൂട്ടം ആളുകൾ കുതിബ അലൈഹിമുൽ ഖത്ൽ കൊല വിധിക്കപ്പെട്ടവർ പുറത്തേക്ക് വരുന്നതാണ് ഇലാ മദാജിഇഹിം അവരുടെ കൊലയുടെ സ്ഥാനങ്ങളിലേക്ക് അവർ വരുന്നതാണ്. വലിയബ്തലി അല്ലാഹു മാ ഫീ സുദൂരിക്കും അല്ലാഹു നിങ്ങളുടെ മനസ്സുകളിലുള്ള അവസ്ഥയെ പരിശോധിക്കാൻ വേണ്ടിയും വലിയുമഹിസ മാ ഫീ ഖുലൂബിഹിം നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള മോശമായ അവസ്ഥകൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയുമാണ് ഇപ്രകാരം ചെയ്തത്. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ അല്ലാഹു നെഞ്ചുകളിലുള്ള കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്നവനാണ്. ഇവിടെയും അല്ലാഹു മുനാഫിഖീങ്ങളുടെ മറ്റൊരവസ്ഥ പറയുന്നു. അവർ നന്നാകുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരം അവസ്ഥകളിൽ നിന്നും സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി യുഖ്ഫൂന ഫീ അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക് അവർ താങ്കളോട് വ്യക്തമാക്കാത്ത കാര്യം അവരുടെ മനസ്സിൽ മറച്ചുവെക്കുന്നു. കപടവിശ്വാസികളുടെ വളരെ മോശപ്പെട്ട ദുർഗുണമാണ് നാവിലൊന്ന് മനസ്സിലൊന്ന്. ഉഹദിൽ അവർ വന്ന് മടങ്ങിപ്പോയി. ആ മടങ്ങിപ്പോയത് അവരുടെ ഭീരുത്വം കാരണം, അതുപോലെ ദീനിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സഹിക്കാൻ വയ്യ എന്നതുകൊണ്ട് മാത്രമല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെടണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലായിരുന്നു. പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് അവർ പരാജയപ്പെട്ടതൊന്നുമില്ല, എങ്കിലും വലിയ നഷ്ടങ്ങളുണ്ടായി. ഈ സമയത്ത് ഇവർ വലിയ ചിന്തകന്മാരെ പോലെയും മഹാത്മാക്കളെ പോലെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉം മാ ഖുതിൽനാ ഹാഹുനാ ഞങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ, ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചെങ്കിൽ ഞങ്ങൾ ശരിയായ അഭിപ്രായം പറയുമായിരുന്നു, ഈ കൊലയൊന്നും നടക്കിയില്ലായിരുന്നു. ചില ആളുകൾ കാര്യങ്ങളുടെ കൂട്ടത്തിലെല്ലാം അവസാനം വരെയും കഴിഞ്ഞ് എന്നിട്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അവർ വലിയ മഹാന്മാരായി അഭിനയിക്കും.
കല്യാണത്തിന് നിശ്ചയങ്ങളിൽ പങ്കെടുത്ത് 25 പൊറോട്ട അവിടെ കഴിച്ച്, കല്യാണത്തിന് ഫ്രണ്ടിൽ തന്നെ ബസ്സിൽ കയറി യാത്രയൊക്കെ ചെയ്ത് മുഴുവൻ സിനിമയും എല്ലാം കണ്ട്, പിന്നീട് അവിടുത്തെ ആഹാരം കഴിവിന്റെ പരമാവധി കഴിച്ചു. എന്നിട്ട് അത് നന്നായില്ലെന്നൊക്കെ അഭിപ്രായം പറഞ്ഞു. പിന്നെ പടച്ചവൻ കാക്കട്ടെ, എന്തെങ്കിലും കാരണവശാൽ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള മോശപ്പെട്ടവർ പങ്കെടുത്ത കാരണത്താൽ ആ കല്യാണത്തിന് ബുദ്ധിമുട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ ഇവർ അഭിപ്രായം തുടങ്ങും, ഞാൻ അന്നേ വിചാരിച്ചായിരുന്നു അങ്ങനെ തന്നെ നടക്കുമെന്ന്. പിന്നെന്തിനാ നിങ്ങൾ ഈ ആഹാരം കഴിക്കാനൊക്കെ ഫ്രണ്ടിൽ കയറി കൂടിയത്? മുനാഫിഖീങ്ങളുടെ ദുസ്വഭാവമാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ച് ചെയ്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. പിന്നെ നിശ്ചയത്തിൽ ഇയാളായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا. ഒരു കാര്യത്തെപ്പറ്റി കൂടിയാലോചിക്കുമ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തമായി തുറന്നു പറയണം. അതിനുശേഷം അടുത്ത ആയത്തിൽ വരുന്നുണ്ട്, നാശം സംഭവിച്ചു എല്ലാവരും കൂടി അതിൽ സഹിക്കും, ലാഭം സംഭവിച്ചു എല്ലാവരും കൂടി അതിനെ അനുഭവിക്കും. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇയാൾ ആദ്യം പറയേണ്ട സമയത്ത് പറയണം. പറയേണ്ട സമയത്ത് പറഞ്ഞ് അതിനനുസരിച്ച് തീരുമാനമെടുത്തില്ല, നിങ്ങൾക്കതിനൊരു ഉത്തരവാദിത്വവുമില്ല. يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا. ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു, ഹംസയെ പോലുള്ള ആളുകൾ കൊല്ലപ്പെട്ടു, ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണ്. ഞങ്ങൾ ഉഹദിന് പകരം വേറെ എങ്ങോട്ടോ പോകാനവർ, അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. അല്ലാഹു തആല ഇതിന് മറുപടി ദേഷ്യത്തിൽ പ്രതികരിക്കുന്നു. ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും, നിങ്ങളെല്ലാവരും വീടിന്റെ ഉള്ളിൽ കയറി താഴിട്ട് പൂട്ടി ഇതിനുള്ളിൽ ഇരുന്നാലും, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം, കൃത്യസമയമാകുമ്പോൾ കൊല വിധിക്കപ്പെട്ടവർ താഴ് പൂട്ടാൻ പറ്റിയില്ലെങ്കിൽ മുകളിലുള്ളതായ മേൽക്കൂര പൊളിച്ച് അവർ കൊലസ്ഥലത്തേക്ക് വരുന്നതാണ്. അല്ലാഹു തആല ഓരോരുത്തർക്കും മരണം നിശ്ചയിച്ചിട്ടുണ്ട്, അത് വന്ന് പിടികൂടും. അവിടെ തന്ത്രങ്ങളൊന്നും നടക്കുന്നതല്ല. യഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവർ വിവരിക്കുന്നു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടുകാരും ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ വാതിലിന്റെ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഒരാളെ തുറിച്ച് കുറേ നേരം നോക്കി എന്നിട്ട് പോവുകയുണ്ടായി. സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, ആരാണ് ഈ വന്നതെന്നറിയാമോ? ഇല്ല, മലക്കുൽ മൗത്താണ് വന്നത്. എന്റെ അല്ലാഹ്. അതിൽ ഒരാൾ പറഞ്ഞു, എന്നെ ഒരു വല്ലാത്ത നോട്ടം നോക്കിയിട്ട് മനസ്സിലാകുന്നത് മിക്കവാറും ഏതാനും നിമിഷങ്ങൾക്കും എന്റെ ഊഴമാണെന്നാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സഹോദര, വിധിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കും. അതുകൊണ്ട് തൗബ ചെയ്ത് ദിക്റെല്ലാം ചൊല്ലി യാത്രയ്ക്ക് തയ്യാറാകി. ഇല്ല, എനിക്ക് ഭയങ്കരമായ പേടി. അതിനെന്ത് ചെയ്യണം? അങ്ങേക്ക് അല്ലാഹു തആല കാറ്റിനെ കീഴ്പ്പെടുത്തി തന്നിട്ടും ലോകത്തിന് നേരെ മറുഭാഗത്ത് എന്നെ എത്തിക്കാൻ പറയണം. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ തന്ത്രങ്ങളൊന്നും വില പോവുകയില്ല. ഇല്ല, എനിക്ക് പോകണം. കാറ്റിൽ ഇവിടെ നിന്നും പൊക്കി ഡെൻമാർക്കിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ എയർപോർട്ടിൽ മലക്കുൽ മൗത്ത് കാത്തു നിൽക്കുകയാണ്. മലക്കുൽ മൗത്ത് പറഞ്ഞു, ഞാൻ ചിന്തിക്കുകയായിരുന്നു, പടച്ചവനെ 10 മണി 10 മിനിറ്റിന് ആത്മാവ് പിടിക്കപ്പെടേണ്ടയാൾ 9 മണിക്ക് അവിടെ ഇരിക്കുകയാണല്ലോ നേരെ മറുഭാഗത്ത്. ഇദ്ദേഹം എങ്ങനെ? അതുകൊണ്ടാണ് ഞാൻ താങ്കളെ തുറച്ചു നോക്കിയത്. ഈ സാധനം എങ്ങനെ ഇവിടെ എത്തുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. നോക്കിയപ്പോൾ കൃത്യം 10 മണി 9 മിനിറ്റ് ആയപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുന്നു, സ്വാഗതം ചെയ്ത് കൊണ്ടുപോയി. ചിരിക്കാനൊക്കെ എളുപ്പമാണ്, വിധിയുടെ മുമ്പിൽ തന്ത്രങ്ങൾ ഫലിക്കുന്നതല്ല എന്ന് വിചാരിച്ച് ആരും അപകടങ്ങളിലേക്കെടുത്ത് ചാടാനും പാടില്ല. ഇവിടുത്തെ വിഷയം കൂടി ആലോചിച്ചു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് നഷ്ടങ്ങൾ എല്ലാവരും സഹിക്കണം, അള്ളാഹുവിനോട് സഹനത മുറുകെ പിടിക്കണം, ലാഭമുണ്ടായി എല്ലാവരും അത് അനുഭവിക്കണം, നന്ദി രേഖപ്പെടുത്തണം. പിന്നൊരു സംശയം, അല്ലാഹു തആല സത്യവിശ്വാസികളോട് ഇങ്ങനെയെല്ലാം ചെയ്യണമോ? 70 മഹാന്മാര് കൊല്ലപ്പെട്ടു, കുറെ ബുദ്ധിമുട്ട് പിടിച്ചുലച്ചു, അങ്ങനെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു? അതിന് തത്വം അല്ലാഹു പറയുന്നു, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിച്ച് പറയുന്നു. വലിയബ്തലി അല്ലാഹു മാ ഫീ സുദൂരികും
വലിയുമഹ്യിസ മാ ഫീ ഖുലൂബികും. അല്ലാഹു നിങ്ങളുടെ മനസ്സിലുള്ള ഈമാനിനെയും കാപഢ്യത്തെയും പരിശോധിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. ഒരു ശക്തമായ കടുത്ത തീരുമാനം വരുമ്പോൾ അവിടെ മുഅ്മിനും മുനാഫിക്കും വേർതിരിയും. എഴുന്നേറ്റ് നമസ്കരിക്കും മുഅ്മിൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. മുനാഫിക്ക് ഒരൽപ്പം ഉറങ്ങാൻ പറ്റിയതെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മോഹിക്കും. സകാത്ത് കൊടുക്കൻ അള്ളാഹുവിന് കൽപ്പന, മുഅ്മിൻ ഇത്ര കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കും. മുനാഫിക്ക് എന്റെ അല്ലാഹ് എന്റെ സമ്പത്ത് മൊത്തം കൊടുക്കണമെന്ന് ചോദിക്കും. വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരികും വലിയുമഹ്യിസ മാ ഫീ ഖുലൂബികും. രണ്ട്, സത്യവിശ്വാസികളുടെയും മനസ്സിൽ കുറച്ച് കറകളും ബുദ്ധിമുട്ടും ഇടയ്ക്ക് വരുന്നതാണ്. ജീവിതയാത്രയ്ക്കിടയിൽ പാപങ്ങളുടെ കറയുണ്ടാകും, ചെറിയ സമ്പത്തെല്ലാം കിട്ടിയാൽ കൊള്ളാമെന്ന മോഹമുണ്ടാകും. അള്ളാഹു അത് കഴുകി ശുദ്ധീകരിക്കാനും ആഗ്രഹിക്കുന്നു. ഒരടി അടിച്ചു, സഹാബാക്കൾ എല്ലാവരും ഉണർന്നു. പിന്നീട് അവസാനം വരെയും അവർക്ക് പല മുന്നേറ്റങ്ങളും വന്നെങ്കിലും തികഞ്ഞ സൂക്ഷ്മത പാലിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഒരു വിശ്വാസി ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം കടിയേൽക്കുന്നതല്ല. പിന്നീട് ധാരാളം മുഹദ് പോലുള്ള ഘട്ടങ്ങൾ വന്നു. അവരെല്ലാവരും തികഞ്ഞ സൂക്ഷ്മത പുലർത്തി. വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരികും വലിയുമഹ്യിസ മാ ഫീ ഖുലൂബികും. അവസ്ഥകൾ പരീക്ഷണത്തിന് വേണ്ടിയാണ്. അതിലൂടെ നല്ലവരും കെട്ടവരും വേർതിരിയും. പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. അതിലൂടെ മനസ്സിന്റെ മുഴുവൻ മാലിന്യങ്ങളും മാറി മനസ്സ് സ്ഫുടം ചെയ്ത് മുമ്പോട്ട് വരും. വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. അറിയണം, മനസ്സിലുള്ള എല്ലാ അവസ്ഥകളും പടച്ചവൻ നന്നായി അറിയുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും അവസ്ഥ അറിയുന്നുണ്ട്. സത്യവിശ്വാസികളുടെ പ്രകാശിക്കുന്ന വിശ്വാസം, കപടവിശ്വാസികളുടെ മങ്ങലേറ്റ വിശ്വാസം, നിഷേധികളുടെ നിഷേധത്തിന്റെ എല്ലാം അവസ്ഥകൾ അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. അതുകൊണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാൽ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ, ഈ വാക്കുകളൊന്നും പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട്. ലൗ എന്ന വാക്ക്, അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന വാക്ക് പിശാചിന്റെ കവാടം തുറക്കും. പക്ഷേ ജാഗ്രത വേണം, കൂടിയാലോചന വേണം. ഒരു തീരുമാനം വന്നു, എല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങണം. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകും.